ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ 2 5 റിയാൽ ഷോപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. കാണുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫസ്റ്റ് തന്നെ 5 റിയാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ആംഗ്ലർ കേട്ടോ. ആംഗ്ലർ എന്ന് പറഞ്ഞാൽ എല്ലാ റൂമിലും ഉള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആംഗ്ലറൊക്കെ ചുമരിൽ ആണി തറച്ചിട്ടൊക്കെയാണ് ഫിറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ റൂമിൽ എന്ന് പറഞ്ഞാൽ ആണിയൊക്കെ തറക്കാനും അതിൻ്റെ ഉപകരണങ്ങളൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ് കേട്ടോ. നമ്മളിവിടെ വരുമ്പം ആംഗ്ലറൊക്കെ ഒരു റൂമിൽ ആംഗ്ലറൊക്കെ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് ഈ ഒരു ആണി തറക്കാനും അതിനൊക്കെ ഒരു സൗകര്യം കുറവായിരിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ നല്ല ഉപകാരപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു ആംഗ്ലർ. കാരണം ഈ ഒരു ആംഗ്ലർ ഒരു സ്ഥലത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്ഥലത്താണ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് വേറെ സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്യാം. ആ ഒരു ഉപയോഗം ഇതിനുണ്ട്. ഇതിങ്ങനെ ഒരു സ്ക്രൂ പോലെയാണ് കേട്ടോ. ഇതിങ്ങനെ സ്ക്രൂ അഴിച്ചെടുത്തിട്ട് നമ്മൾ ചുമരിൽ പതിച്ച് വെച്ചിട്ട് പിന്നെ ഈ സ്ക്രൂ ഫിറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചുമരിൽ ഇത് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഇത് നിൽക്കില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേ ഇത് നിൽക്കുള്ളൂ. ഇപ്പോൾ കിച്ചണിലൊക്കെ നമുക്ക് സ്പൂണ് അങ്ങനത്തെ തവയൊക്കെ തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈൽസുള്ള സ്ഥലങ്ങളിൽ പതിച്ച് വെച്ചാൽ നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റൂമിലാണ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അലമാരകൾ ഉണ്ടാവുമല്ലോ നമുക്ക് എന്തായാലും റൂമുകളിൽ, ആ അലമാരൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഫിറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വാതിലിൻ്റെ ബാക്ക് ഭാഗത്തോ ഒക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു ആംഗ്ലർ കേട്ടോ. ഞാനിത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഓരോന്നിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു കിച്ചൺ കോട്ട്. ഒരു കിച്ചണിൽ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇങ്ങനെ ഒരു കിച്ചൺ കോട്ട്. അപ്പോൾ ഇത് ഒരു പ്ലാസ്റ്റിക് മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് ഫിഷ് അതുപോലെ ചിക്കന് ബീഫൊക്കെ കട്ട് ചെയ്യുമ്പോഴും അതൊക്കെ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമ്മളെ ഡ്രസ്സിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോട്ട് ഒരു കിച്ചണിൽ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബോർഡാണ്. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ഒരു ബോർഡ് വാങ്ങണമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു ബോർഡ്. ഒരുപാട് പലതരം ബോർഡുകളുണ്ട് കേട്ടോ അവിടെ. പിന്നെ വാങ്ങിച്ചിട്ടുള്ള ഒന്നാണ് ഈ ഒരു കപ്പ്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരുപാട് പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു കപ്പ് ഞങ്ങളിവിടെ നിൽക്കുകയില്ല, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. മക്കളായാലും ഞാനായാലും പൊട്ടിക്കാനായിട്ട് നിൽക്കുന്ന പോലെയാണ് കേട്ടോ. എന്നും പൊട്ടുന്ന പണി തന്നെയാണ്. അപ്പോൾ ഈ ഒരു കപ്പ് ഇങ്ങനെ സെറ്റ് വാങ്ങിച്ചു. ഒന്നിൽ 6 കപ്പാണ് ഉള്ളത് കേട്ടോ ഇതിൽ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബോട്ടിലാണ്. നല്ല ഭംഗിയുള്ള ബോട്ടിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോട്ടിൽ തന്നെയാണ്. ലോക്കൽ പ്ലാസ്റ്റിക് ഒന്നുമല്ല, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്കിവിടെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഞാൻ കുറേ ആയിട്ട് തിരഞ്ഞ് നടക്കുന്ന ഒന്നാണിത് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ എല്ലായിടത്തും എല്ലാ വീട്ടിലും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ പൈപ്പിൽ ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു സാധനം. ഇത് ഞാൻ ഇവിടെ കുറേ തിരഞ്ഞ് നടന്നതാണ്. കാരണം ഇവിടെ അത്യാവശ്യമാണ് എനിക്ക്. ഞങ്ങളെ പൈപ്പ് എന്ന് പറഞ്ഞാൽ കിച്ചണിലുള്ളത് കുറച്ച് ഉയർന്നിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കിച്ചണിൽ നല്ലോണം ഉയരത്തിൽ നിൽക്കുന്ന പൈപ്പുകൾ. അപ്പോൾ അതിന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് ഫിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പൂൺ സെറ്റാണ് ഉള്ളത്. ഇതിൽ 8 സ്പൂണാണ്. നല്ല കനം കുറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്പൂണുകളാണ്. പിന്നെ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു സാധനം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിട്ട് അറിയുമോയെന്നറിയില്ല. ഞാനിത് ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. എനിക്ക് ഇത് ആദ്യം എന്താന്ന് ഫസ്റ്റ് ഒരു ഐഡിയ ഇല്ലായിരുന്നു.
പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ട സമയത്ത് ഇത് കണ്ടപ്പോൾ വേഗം ഒന്ന് എടുത്തതാണ് കേട്ടോ, ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. ഇത് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. മക്കളൊക്കെ, കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിലൊക്കെ അലമാരകളിൽ ലോക്കിടാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അത് റെഡിമെയ്ഡായിട്ട് നമുക്ക് ലോക്കിടാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റിക്കർ ആംഗ്ലറാണ് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ മുമ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്ത സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ പശ പോന്നിട്ട് പോരാറുണ്ട്. പക്ഷേ ഇത് ഞാൻ വേറൊരു മോഡൽ അതിൻ്റെ കുഞ്ഞതാക്കിയിട്ടൊന്ന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇത് കുറച്ച് നല്ല പശയുള്ള ആണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് കുറേ ആയിട്ടും പോന്നിട്ടൊന്നുമില്ല. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ടവലാണ്. ഇതിപ്പോൾ നമുക്ക് കിച്ചണിലും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലുകളാണ്. ഇതിപ്പോൾ ഒരു സെറ്റിൽ 6 ടവലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ പല മോഡലുള്ള ടവലുകളുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ടവൽ എടുത്തതാണ് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ഇത് ഒന്നിൽ 5 എണ്ണമാണ് വരുന്നത്. പിന്നെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ഹാർപ്പിക്ക്, ഹാൻഡ് വാഷ് അതൊക്കെ ഒന്ന് വാങ്ങിച്ചു. അത് പിന്നെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാനിതിൻ്റെ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഹാൻഡ് വാഷൊക്കെ നല്ല ഹാൻഡ് വാഷ് തന്നെയാണ് കേട്ടോ, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മക്കൾക്ക് ഒരു സോക്സൊക്കെ നല്ല ഓഫർ തന്നെയാണ്, നല്ല സോക്സാണ്. പിന്നെ ചപ്പൽ ഞാൻ പറഞ്ഞല്ലോ, അമ്നുവിന് 2 ചപ്പൽ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ചപ്പൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വാൾ സ്റ്റിക്കേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാൻ എടുത്തു എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ചുമരുമേലല്ല കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, ഞങ്ങൾ അലമാരമ്മ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ബൗളാണ് കേട്ടോ. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും അടച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബൗളാണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു നല്ലൊരു ഗ്ലാസ് വെയറാണ് കേട്ടോ. നല്ല കട്ടിയുള്ള നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഗ്ലാസ് വെയർ. പിന്നെ ഇത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ വിപ്പ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വലുപ്പവും. പിന്നെ ഇങ്ങനെ ഒരു ഭംഗിയുള്ള സെറാമിക് പ്ലേറ്റ്. പിന്നെ ഇങ്ങനെ 4 എണ്ണം വരുന്ന കുഞ്ഞു സെറാമിക് പ്ലേറ്റുകൾ. ഇതിനൊക്കെ മൊത്തത്തിൽ 5 റിയാലാണ് വരുന്നത്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അത്യാവശ്യം എല്ലാം 5 റിയാൽ തന്നെയാണ് കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മളെ നാട്ടിലൊക്കെ എല്ലാ വീടുകളിലും ക്ലോക്ക് ഉണ്ടാവില്ലേ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളീസിൻ്റെ റൂമിലൊന്നും അങ്ങനെ ആരുടെ റൂമിലും ക്ലോക്ക് കാണാറില്ല. കാരണം ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ഒരുപാട് കാലമൊന്നും നിൽക്കില്ലല്ലോ, കുറച്ച് കാലം നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ആരും ക്ലോക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ റൂമിൽ എന്തായാലും ഇല്ല. അപ്പം ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുകയാണ് ഒരു ക്ലോക്ക് അത്യാവശ്യമാണെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ക്ലോക്ക്. അങ്ങനെ ഒരു ക്ലോക്കും വാങ്ങിച്ചു. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഒരു മിറർ വാങ്ങിക്കണം എന്നുള്ളത്. ഒരു വലിയ മിറർ റൂമിൽ അലമാരകളിലുണ്ട്, എങ്കിലും നമ്മൾ ഷേവ് ചെയ്യുമ്പോഴും കുറച്ച് അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു മിറർ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മിറർ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത്യാവശ്യം നല്ല മിറർ തന്നെയാണ്. കുറച്ച് വലുതായിട്ടും കാണാൻ പറ്റും. 2 മിററായിട്ടാണ് കാണുന്നത് കേട്ടോ. കുറച്ച് ചെറുതായിട്ടും കാണാൻ പറ്റുന്നതാണ്, വലുതായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു വുഡൻ്റെ സ്പൂണുകളാണ്. നമ്മൾ നോൺ സ്റ്റിക്ക് ചട്ടികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി സെറ്റ് തന്നെയാണ്. 4 എണ്ണം വരുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു കിച്ചണിലോ ടിഷ്യൂ വാങ്ങിച്ചു. കിച്ചണിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ടിഷ്യൂ. അങ്ങനെ അത് വാങ്ങിച്ചു.
പിന്നെന്ന് പറയുന്നത് ഈ ഒരു ജഗ്ഗ് വാങ്ങിച്ചു കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചതല്ല. ഈ ഒരു ജഗ്ഗും ഈ ഒരു 2 നല്ല ഭംഗിയുള്ള പൊട്ടുന്ന ബോട്ടിൽ കാണാൻ നല്ല ഭംഗി ആയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിലേക്ക് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഈ ഒരു ജഗ്ഗും ഈ ഒരു പൊട്ടുന്ന 3 ബോളും സെറ്റായിട്ടുള്ളതാണ്. അതും ആ ഒരു പൊട്ടുന്ന കുപ്പിയും നാട്ടിൽ നിന്ന് പോയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ വെയിറ്റ് കൂടിയപ്പം ഇതൊന്നും കൊണ്ടുപോകാതെ ഇവിടെ തന്നെ വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു 2 ജാറ് നമ്മൾ ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കാനൊക്കെ പറ്റുന്ന ഒരു ജാർ തന്നെയാണ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ടർക്കി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുളിക്കുമ്പോഴും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ ആ ഒരു ടർക്കി വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കപ്പാണ് കേട്ടോ. ഇത് 4 എണ്ണമാണ് ഒരു സെറ്റിൽ വരുന്നത്. എങ്കിലും ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, പെട്ടെന്നൊന്നും പൊട്ടില്ല. ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള കപ്പ് ഒന്ന് ചാടിയാൽ പൊട്ടുന്ന തന്നെയാണ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഭംഗിയും കട്ടിയുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഓരോന്നിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് കപ്പുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചു. ഇതിപ്പോൾ കണ്ടില്ലേ, ഞങ്ങളെ കിച്ചണിലെ പൈപ്പ് നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ആകെ ഡ്രസ്സിൽ വെള്ളം ആകാറുണ്ട്. വെള്ളം തെറിച്ചിട്ട് ഡ്രസ്സ് ആകെ നനയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ റൂമിൽ മാത്രമേ ഇങ്ങനെ ഒരു ഇതുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലുള്ള മിക്കവാറും റൂമുകളിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറെ റൂമിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ എൻ്റെ എളാപ്പാൻ്റെ റൂമിലൊക്കെ പോയ സമയത്തും ഇതുപോലത്തെ പൈപ്പ് തന്നെയാണ് ഞാൻ കണ്ടത്. അവിടെ അവർ കുറച്ച് നീളമുള്ള ഓസ് ഫിറ്റ് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന ഇത് ഒന്ന് വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടാണ്. കുറച്ച് താഴത്തേക്ക് നിന്നും ചെയ്തു. നമുക്കിങ്ങനെ സ്ലോവിലി വെള്ളം വരാനും യൂസ്ഫുള്ളായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. പിന്നെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ലോക്ക്. ഗൾഫിൽ നിൽക്കുന്നവർക്കും അല്ലാതെ നാട്ടിലാണെങ്കിലും ഇങ്ങനെ ഒരു ലോക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം നമ്മൾ കുഞ്ഞു മക്കളുള്ള സ്ഥലത്തൊക്കെ, ഇവിടെ ഇപ്പോൾ ഗൾഫിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ വെച്ച എല്ലാ അലമാരകളുടെ ഷെൽഫിലും ഒന്നിലും ലോക്കില്ല കേട്ടോ. അപ്പോൾ ലോക്കില്ലാത്തത് കൊണ്ട് തന്നെ അമ്മയൊക്കെ ചെറുതായ സമയത്ത് ഞാൻ വന്ന ഉടനെയൊക്കെ എല്ലാ അലമാരകളും തുറന്ന് എല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടുപോകും. അതുപോലെ കിച്ചണിലുള്ള പാത്രങ്ങളായാലും എല്ലാം എടുത്ത് കളിച്ച് നടക്കും. അങ്ങനെ ഒന്നും നമ്മൾ വൃത്തിയിൽ അടുക്കി വെച്ചാൽ അത് നിൽക്കാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെയാണ് ഫ്രിഡ്ജിൽ എന്ത് വെച്ചാലും അവന് അത് എടുത്ത്, ആപ്പിളാണെങ്കിലും എന്താണെങ്കിലും കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അവന് കഴിക്കൂല. എന്തെടുത്താലും ഒരു ആപ്പിൾ എടുത്ത് ഒന്ന് കടിച്ചിടും, പിന്നെ അടുത്തത് വേണമെന്ന് പറഞ്ഞാൽ അടുത്തത് എടുക്കും. അങ്ങനെ ഓരോന്നെടുത്ത് അങ്ങനെ വേസ്റ്റാക്കി കളയും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിന് ഇതിന് നോർമലി ഒരു ലോക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കീ പോയതാണ്. അപ്പം ഞാൻ ഒരു കീ ഉണ്ടാക്കിയാൽ മതി, അതങ്ങനെ മടിച്ചങ്ങനെ നിന്ന് ഈ ഒരു ലോക്ക് കിട്ടിയപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുള്ളായിട്ടാണ്. ഇനി ഇത് ഫ്രിഡ്ജിലല്ലെങ്കിലും നമ്മൾ അലമാരൻ്റെ ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഡബിൾ സ്റ്റിക്കറായിട്ട് വരുന്ന ഒരു ടാപ്പാണ്. അത് അഴിച്ചിട്ട് നമ്മൾ 2 ഭാഗത്തും അത് എവിടെയാണെന്ന് വെച്ചാൽ 2 ഡോറിലായിട്ട്, അലമാരൻ്റെ 2 ഡോറിലായിട്ട് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ക്ലിപ്പുണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്മേൽ ലോക്ക് ചെയ്യാനും പറ്റും. നമ്മൾ തുറക്കുമ്പോൾ അത് ലോക്ക് തുറന്നാൽ അത് നമുക്ക് ഓപ്പൺ ആക്കാനും പറ്റും. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊന്നും എന്തായാലും ഇത് തുറക്കാൻ കഴിയില്ല. അപ്പോൾ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അവനൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവന് തുറക്കാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് തുറക്കുന്നത് കാണാതിരുന്നാൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, അവനും തുറക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റിയ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ അത് ഫിറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു മിറർ അലമാരൻ്റെ മുകളിലായിട്ട് വെച്ചു. പിന്നെ സ്പൂണുകളും ആ തവകളൊക്കെ ഒന്ന് കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചു. ക്ലോക്കൊക്കെ ഒന്ന് ചുമരിൽ ഫിറ്റ് ചെയ്തു. ഇനി അടുത്തത് വരുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ആംഗിളറാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് അലമാരൻ്റെ ബാക്കിലാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ ബാക്കിലായിട്ട് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാണ് കേട്ടോ. ഇതിൻ്റെ ഈ സ്ക്രൂ ഇതൊന്നിങ്ങനെ അഴിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു
ഒട്ടിക്കുന്നത് ജസ്റ്റ് ഒന്ന് വാതിലിന്മേലോ അല്ലെങ്കിൽ ടൈൽസിന്മേലോ അലമാരമേലൊക്കെ ഒന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കണ്ട് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ആംഗ്ലർ അതിമ വെച്ചിട്ട് ആ സ്ക്രൂ വെച്ചിട്ടൊന്ന് ഒരു ഭാഗം തിരിച്ച് വെക്കുക. അതുപോലെ തന്നെ ഒരു ഭാഗം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം മറ്റേ ഭാഗവും ഇങ്ങനെ സ്ക്രൂ അഴിച്ചെടുത്തിട്ട് അതിൻ്റെ അടിയത്തെ ഒട്ടിപ്പുണ്ടല്ലോ അത് നന്നായിട്ട് ഒട്ടിച്ച് വെക്കണം കേട്ടോ, എങ്കിലേ അതിമ ഫിറ്റായിട്ട് നിൽക്കുകയുള്ളൂ. എന്നിട്ട് ആ സ്ക്രൂ വീണ്ടും ഫിറ്റാക്കിയാൽ നമുക്ക് ഡ്രസ്സായാലും കിച്ചണിലാണെങ്കിൽ സ്പൂണുകളൊക്കെ വെക്കാൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള റെഡിമെയ്ഡായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഒരു ആംഗ്ലർ. ഇനി ഇത് നമുക്ക് ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വാൾ സ്റ്റിക്കറാണ് കേട്ടോ. ഇത് ഞാൻ ചുമരുമേലല്ല ഇപ്പോൾ തൽക്കാലം ഒട്ടിക്കുന്നത്. എൻ്റെ അലമാരൻ്റെ മുകൾ ഭാഗം ആകെ കേടായിട്ടുണ്ട്, കുറേ പെയിൻ്റൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതൊന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. നല്ല അതിൻ്റെ അടിയിൽ ഒട്ടിക്കാനുള്ള പശയും ഉണ്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചാലും നല്ല ഭംഗിയിലായിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു വാൾ സ്റ്റിക്കർ. ഇത് അത്യാവശ്യം കുറച്ച് ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നല്ല വൃത്തിയിൽ അതിൻ്റെ ഉള്ളിൽ എയറൊന്നും കയറാതെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് നല്ല വൃത്തിയായിട്ട് കിടന്നു കേട്ടോ. ആദ്യം ആ പെയിൻ്റൊക്കെ പോയിട്ടൊരു ഭംഗിയില്ലായിരുന്നു, ഇപ്പം നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ചുമരുമ്മയാണെങ്കിലും ഒട്ടിക്കാൻ ഞാൻ നോക്കിയിട്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഒട്ടിക്കാനൊക്കെ പറ്റുന്ന ഒരു വാൾ സ്റ്റിക്കർ തന്നെയാണ്. അങ്ങനെ അത്രയും സാധനങ്ങളാണ് ഞാൻ 5 റിയാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് യൂസ്ഫുള്ളായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നോമ്പൊക്കെ ആവുമല്ലേ, ഞങ്ങൾക്കിവിടെ 2 ബെഡുകളുണ്ട്. അപ്പോൾ ഒരു ബെഡിന് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ബെഡ് കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സിബൊക്കെയുള്ള ബെഡ് കവർ കേട്ടോ, ബെഡ്ഷീറ്റല്ല, ഇത് കോട്ടൻ്റെതാണ്. അപ്പോൾ നല്ല ഒരു ബെഡ് കവർ ഇട്ടാൽ നല്ല വൃത്തിയിൽ തന്നെ കിടന്നോളും. നമുക്ക് ഇടയ്ക്ക് അഴിച്ചിട്ട് വാഷ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനത് അന്നൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കവറും കൂടി വാങ്ങിച്ചു. ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കവർ തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയിൽ ബെഡിൽ കിടന്നും ചെയ്തോളും. അതിൻ്റെ മുകളിൽ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചാൽ അധികമൊന്നും ബെഡ്ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതിൽ തന്നെ നിന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റും വാങ്ങിച്ചു. നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വലിയ ബെഡ്ഷീറ്റ് തന്നെയാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 5 റിയാൽ ഷോപ്പിൽ നിന്നല്ല. 5 റിയാൽ ഷോപ്പിൽ ഒരുപാട് ബെഡ്ഷീറ്റുകളുണ്ട്, ഞാൻ നോക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബെഡ്ഷീറ്റ് തന്നെ ഉണ്ടാവും, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അതിൻ്റെ മുമ്പ് തന്നെ ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നെസ്റ്റോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഓഫറിന് വാങ്ങിച്ചതാണ് കേട്ടോ. വലിയ വിലയൊന്നുമില്ല. ബെഡ് കവറിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ബെഡ്ഷീറ്റിന് 11 റിയാലൊക്കെ വരുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ ഒരു ബെഡ് കവറും 2 ബെഡ്ഷീറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ബെഡ്ഷീറ്റും 3 ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 ബെഡ്ഷീറ്റ് ഇങ്ങനെ കളറിലും പ്രിൻറ്റിലും വരുന്നതാണ്. ഒരു ബെഡ്ഷീറ്റ് ഫുൾ കളറിൽ വരുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു 5 റിയാൽ ഷോപ്പിൻ്റെ ലൊക്കേഷനും അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിലാണ് ലൊക്കേഷൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.